നമസ്കാരം. അഭിമന്യു കേസിലെ പുനർവിചാരണ ആരംഭിക്കുമ്പോൾ നിരവധി ആശങ്കകളാണ് മുന്നിലുള്ളത്. പ്രതികൾക്കെതിരായ ശക്തമായ തെളിവുകൾ കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് വിചാരണ ആരംഭിക്കുന്നത്. പ്രതികൾ തെളിവ് നശിപ്പിക്കാൻ കഴിവുള്ളവരാണ് എന്ന കാര്യം ഇതിനോടകം തന്നെ തെളിവ് നശിപ്പിക്കപ്പെട്ടവരിലൂടെ തെളിഞ്ഞതാണ്. അഭിമന്യു കൊലപാതക കേസിലെ പ്രാരംഭ വിചാരണ നടപടികൾ ഇന്ന് ആരംഭിക്കുകയാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടക്കുക. കേസിലെ പ്രതികളായ 16 ക്യാമ്പസ് ഫ്രണ്ട്, പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും കോടതിയിൽ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 2018 ജൂലൈ 2 പുലർച്ചെയായിരുന്നു SFI ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിരുന്ന അഭിമന്യു കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിയായ അർജുനെ അക്രമി സംഘം കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു. ചുമരെഴുത്തുമായി ബന്ധപ്പെട്ട് SFI ക്യാമ്പസ് ഫ്രണ്ട് തർക്കത്തെ തുടർന്നാണ് അഭിമന്യുവിനെ കുത്തേറ്റത്. കോളേജിലെ പ്രവേശന ഉത്സവത്തിന് തലേന്നായിരുന്നു ആക്രമണം. കേസിലെ 16 പ്രതികൾക്കുമെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അനുബന്ധ വകുപ്പുകൾ അനുസരിച്ച് കൊലപാതകം, വധശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘം ചുമത്തിയത്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ സഹൽ ഹംസയാണ് കേസിലെ പ്രധാന പ്രതി. 4 കേസുകളിലുമായി 16 പ്രതികളാണുള്ളത്. കേസിലെ എല്ലാ പ്രതികളും ഇതിനകം അറസ്റ്റിലായി. 2018 സെപ്റ്റംബർ 26 കുറ്റപത്രം സമർപ്പിച്ച കേസിലെ വിചാരണ പല കാരണങ്ങളാൽ വൈകുകയായിരുന്നു. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ജി മോഹൻ രാജാണ് പ്രോസിക്യൂഷനു വേണ്ടി ഹാജരാകുന്നത്. പ്രതിഭാഗത്തിന്റെ അഭ്യർത്ഥന പ്രകാരം വിചാരണ പലതവണ മാറ്റിവെച്ചിരുന്നു. വിചാരണ കഴിഞ്ഞ വർഷം അവസാനം ആരംഭിക്കാനിരിക്കെ കുറ്റപത്രം അടക്കമുള്ള പ്രധാന രേഖകൾ വിചാരണ കോടതിയിൽ നിന്നും നഷ്ടപ്പെട്ടത് വലിയ വിവാദത്തിന് ഇടയാക്കിയിരുന്നു. തുടർന്ന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രോസിക്യൂഷന്റെ നേതൃത്വത്തിൽ പുനഃസൃഷ്ടിച്ച രേഖകൾ കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു. 26 പ്രതികളും 125 സാക്ഷികളുമാണ് കേസിലുള്ളത്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച കേന്ദ്ര സർക്കാർ വിജ്ഞാപനത്തിന് കാരണമായി രേഖപ്പെടുത്തിയ കുറ്റകൃത്യങ്ങൾ അഭിമന്യു കൊലക്കേസും ഉൾപ്പെട്ടിരുന്നു. കുറ്റപത്രം അടക്കമുള്ള 11 നിർണായക രേഖകളാണ് കോടതിയിൽ നിന്നും നഷ്ടപ്പെട്ടതിന്റെ ആശയക്കുഴപ്പം വിചാരണയെ ബാധിക്കുമോ എന്ന ആശങ്കയും പ്രോസിക്യൂഷനുണ്ട്. എറണാകുളം സെൻട്രൽ പോലീസ്, എറണാകുളം സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച രേഖകളായിരുന്നു കാണാതായത്. കോടതിയുടെ സേഫ് കസ്റ്റഡിയിലുള്ള രേഖകൾ എങ്ങനെ നഷ്ടപ്പെട്ടു എന്നത് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രോസിക്യൂഷന് രേഖകൾ വീണ്ടും തയ്യാറാക്കി സമർപ്പിച്ചിരുന്നു. ഈ രേഖകൾ വിചാരണയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് വിചാരണ കോടതി അറിയിച്ചിരിക്കുന്നത്.